അനഘ, ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇതുവരെ വയനാട്ടിൽ എത്തിയില്ല എന്ന ആരോപണമൊക്കെ ഉയർന്നു തുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് വയനാട്ടിലേക്ക് എത്തുക? ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജില്ലയിൽ എത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇത് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്നപ്പോൾ പോലും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, അതായത് തിരച്ചിലുകൾ നടത്തുന്നത് തന്നെ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. മഴയടക്കം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രധാനമന്ത്രി വരുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളടക്കം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു അനുമാനവും നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ പ്രധാനമന്ത്രി അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്താതിരിക്കുന്നത് എന്നും നേരത്തെ ഈ BJP ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും നമുക്ക് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തന്നെ കടത്തിവെട്ടിക്കൊണ്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ദുരന്തഭൂമി സന്ദർശിക്കാൻ വരുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഏറെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഏതായാലും നാളെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 9 അംഗ ഒരു സമിതിയും ഉരുൾപൊട്ടൽ പ്രദേശം സന്ദർശിക്കും. ഉരുൾപൊട്ടിയ മേഖലകളെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കും. നേരത്തെ തന്നെ നമുക്കറിയാം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു സമിതി ഇത്തരത്തിൽ ഈ സംഭവ സ്ഥലത്ത് സന്ദർശനം നടത്തുകയും ഉരുൾപൊട്ടലിനെ കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തതിനു ശേഷം ഒരുപക്ഷെ ഇത് ഒരു ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിച്ചേക്കാം എന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ശനിയാഴ്ച ഉണ്ടാകും എന്നതാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളത്തിൽ നിന്ന് ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ദേശീയ ദുരന്തമായി തന്നെ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തണമെന്ന് നേരത്തെ സർക്കാർ അടക്കം ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ഉയർത്തിയിരുന്നു. ഇതിന്റെ കൂടി ഭാഗമായി തന്നെയാവണം ഒരുപക്ഷെ ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 9 അംഗ സമിതി ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കുവാനും ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി തന്നെ ഈ സംഭവസ്ഥലം സന്ദർശിക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും പ്രധാനമന്ത്രി ശനിയാഴ്ച ഈ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തും എന്നുള്ളത് ഒരുപക്ഷെ ദേശീയ ദുരന്തമായി തന്നെ ഈ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയായി തന്നെ വേണം വിലയിരുത്താൻ. നമുക്കിപ്പം മഹേഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. മഹേഷ്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചുകൊണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തെ അനുഗമിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് യാത്രാ വിശദാംശങ്ങൾ സമയത്തിനകം അറിയിക്കാൻ കഴിയും. നയന. മഹേഷ്, ഒപ്പം തന്നെ രാഷ്ട്രീയമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം എന്ന് പറയാം. കാരണം ഈ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം അമിത്ഷായുടെ പ്രസ്താവന അടക്കം നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു ഈ ദുരന്തത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പിന്നാലെ വിളിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് അനുകൂലമായ രീതിയിലുള്ള നിലപാടുകളാണ് ഉണ്ടായത്. എന്ത് സഹായം ചെയ്യാനും കേന്ദ്രം തയ്യാറാണെന്നാണ് അറിയിച്ചത്. പിന്നീട് ചില കക്ഷികളുടെ ഭാഗത്ത് ഏതാനും പേരുടെ ഭാഗത്തു നിന്നൊക്കെയാണ് ഇത്തരത്തിലേക്കുള്ള മോശമായ ചില പരാമർശങ്ങൾ ഉണ്ടായത്. അത് ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോഴും കേന്ദ്രത്തെ പുറമായി തള്ളിയില്ല. പുനരധിവാസ പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നടപ്പിലാക്കാൻ പോകുമ്പോൾ കേന്ദ്രത്തിന് കൂടി ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന്റെ സാഹചര്യം ആ തരത്തിലേക്കാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കേന്ദ്രമടക്കമുള്ള എല്ലാവരുടെയും സഹകരണത്തോടെയായിരിക്കും കാര്യം നടപ്പിലാക്കുക എന്ന നിലപാട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. നയന. മഹേഷ്, അപ്പം തന്നെ ഈ ഒരു വിഷയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, ഈ ഒരു ഉരുൾപൊട്ടൽ വിഷയം എന്നതൊക്കെ ആവർത്തിച്ച് നമ്മൾ ആവശ്യപ്പെട്ട കാര്യമാണ്. സർക്കാർ അടക്കം ഈ ഒരു വിഷയത്തിലടക്കം മറുപടി ഉണ്ടാകുമോ? ഇക്കാര്യത്തിൽ ഏത് തരത്തിലേക്കുള്ള ഇതാണ് സ്വീകരിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കും. ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കുന്നതിനകത്ത് ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ മുൻകാലത്തുണ്ടായിരുന്നു. കാരണം പ്രകൃതി ദുരന്തങ്ങൾ ചിലതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് ചില പ്രോട്ടോകോൾ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യം കണക്കെടുത്ത് അത് പ്രഖ്യാപിക്കാറുണ്ട്. ദേശീയ ദുരന്തം എന്നതിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടിയും കേന്ദ്രത്തിന്റെ വലിയ സഹകരണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നടക്കുക. എന്തായാലും കേന്ദ്രമോ സംസ്ഥാനമോ ഇത്തരത്തിലേക്കുള്ള വലിയ ഇതിന്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചില്ല. അതൊക്കെ തന്നെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. എന്തായാലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കുമെന്നുള്ള കാര്യം കൂടി ഇത്തരത്തിൽ സൂചിപ്പിക്കാൻ കഴിയും. നയന. ശരി, നമുക്കിപ്പം അനഘ കൂടി തുടരുന്നുണ്ട്. അനഘ, എന്തായാലും പ്രധാനമന്ത്രി കൂടി ഇവിടേക്ക് എത്തുമ്പോൾ ഏറെ
സഹായ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ തിരച്ചിലിലേക്ക് തുടരുകയാണെങ്കിൽ നാളെ അടക്കം ഏത് രീതിയിലുള്ള തിരച്ചിലായിരിക്കും തുടരുക സ്ഥലത്ത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ദുരന്ത മേഖല സന്ദർശിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുന്നു. ഒപ്പം മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ അനുഗമിക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി ഈ ശനിയാഴ്ചയാണ് വയനാട് സന്ദർശിക്കുക, ദുരന്ത മേഖല സന്ദർശിക്കും. ഒപ്പം 9ാം ദിവസമാണ് ഇന്ന് ദുരന്തമുണ്ടായി. നരേന്ദ്രമോദിയെ അനുഗമിക്കാനായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. വയനാട് ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. വലിയ വിമർശനം ഉയർന്നിരുന്നു. അദ്ദേഹം ഇതുവരെയും സംഭവ സ്ഥലത്തേക്ക് എത്തിയില്ല എന്നൊരു ആരോപണമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നത്. ഒപ്പം വയനാട് ദുരന്തഭൂമിയിലെ തെരച്ചിൽ 9ാം ദിവസത്തിലാണ്. ചാലിയാറിലടക്കം തെരച്ചിൽ തുടരുകയാണ്. മഹേഷ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. മഹേഷ് പറയാം. പ്രധാനമന്ത്രി എന്തായാലും ദുരന്തമുഖത്തേക്ക് എത്തുകയാണ്. ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന കാര്യം ആലോചിച്ചതെങ്കിൽ കൂടിയും ദുരന്തമുഖത്ത് കാര്യങ്ങൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ രക്ഷാപ്രവർത്തനം ദുഷ്കരമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങിയത്. അതിന് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുതെന്നുകൊണ്ടാണ് യാത്ര വൈകിപ്പിച്ചതെന്നുള്ള വ്യക്തമായ ഒരു വിശദീകരണമാണ് അവർ നേരത്തെ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ ഈ ദുരന്തമുഖത്ത് അത്യാവശ്യം കാര്യങ്ങൾ, കൃത്യമായ ചിത്രങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ കാര്യത്തിൽ കണക്കുകൾ, അതിലേക്ക് ശേഖരണത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജീവനോടെ അവശേഷിച്ച എല്ലാവരെയും തന്നെ രക്ഷിച്ചു എന്ന് സൈന്യവും അതുപോലെ തന്നെ സർക്കാരും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നേരിടുന്ന ദുരന്തമുഖത്തേക്ക് എത്തുന്നത്. വയനാട്ടിൽ അദ്ദേഹം ദുരന്തമുണ്ടായ ആ പ്രദേശങ്ങൾ സന്ദർശിക്കും, അവരുടെ കാര്യങ്ങൾ വിലയിരുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ചർച്ച നടത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ എത്തരത്തിലേക്കായിരിക്കും പുനരധിവാസ പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്ന ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനെ കുറിച്ച് ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഓഫീസിനെ അറിയിച്ചത് മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം വയനാട്ടിലെത്തുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നയന, നമുക്കൊപ്പം അനഘ കൂടി തുടരുന്നുണ്ട്. അനഘ, ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് SPG സംഘം കൂടി എത്തുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. സന്നാഹങ്ങളും വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ കേന്ദ്രസേനയുടെ കൂടുതൽ സംഘം തന്നെ ഇത്തരത്തിൽ മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു ദേശീയ ദുരന്തമാവാനുള്ള, അല്ലെങ്കിൽ ഒരു ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് 9 അംഗ സമിതിയടക്കം നാളെ രാവിലെ ഇത്തരത്തിൽ ജില്ലയിലെത്തും. ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ, അട്ടമല, പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളടക്കം ഈ സംഘാംഗങ്ങൾ സന്ദർശിക്കുകയും ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ഒരു പഠനം തന്നെ നടത്തുകയും ഉരുൾപൊട്ടൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയടക്കം നിലനിൽക്കുന്നത്. ഏതായാലും മഴ നമുക്കറിയാം, ഈ പുത്തുമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ്. പുത്തുമല, അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള തൊട്ടടുത്ത 4 വാർഡുകളിലാണ് കേവലം 5 വർഷത്തെ ഇടവേളയിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. നിരവധി ജീവനുകൾ ഇത്തരത്തിൽ പൊലിഞ്ഞു പോവുകയും ചെയ്തു. ഈ പ്രദേശത്ത് മാത്രം ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് ഒരു പഠനം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഉയർന്നു വരുന്നിരുന്നു. മേപ്പാടി പ്രദേശങ്ങളിൽ മാത്രം ഇത്തരത്തിൽ ഈ തോട്ടം മേഖലയിൽ മാത്രം, തോട്ടത്തോട് ചേർന്നിരിക്കുന്ന വനമേഖലയിൽ നിന്നടക്കം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു പഠനം, വിശദമായിട്ടുള്ള ഒരു പഠനം തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെങ്കിൽ ഇപ്പോൾ നിലവിൽ അവിടെ വീടുകളില്ല, അല്ലെങ്കിൽ മടങ്ങി പോകുവാൻ സന്നദ്ധരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ആ ആളുകളെ അടക്കം നിലവിൽ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വാസയോഗ്യമല്ലാത്ത ഒരു പ്രദേശമായി തന്നെ ഈ സ്ഥലത്തെ ഒരു പ്രഖ്യാപിക്കുകയും അത്തരത്തിൽ ആളുകളെ വീണ്ടും പുനരധിവസിപ്പിക്കുവാൻ, വീണ്ടും ആ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു പോകുവാനോ, അല്ലെങ്കിൽ അവിടെ തന്നെ വീടുകൾ ഈ സ്ഥലങ്ങളുള്ള ആളുകളെ അടക്കം മാറ്റി പാർപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലടക്കം ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സംഘം വന്നതിന് ശേഷമുള്ള പഠനത്തിന് ശേഷവും പിന്നീട് പ്രധാനമന്ത്രി അടക്കമുള്ള സംഘങ്ങൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം നമുക്ക് ഇക്കാര്യത്തിലുള്ള ഒരു
പ്രഖ്യാപനം തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ മന്ത്രിസഭയുടെ ഉപസമിതി അടക്കം നിലവിൽ ഒരാഴ്ചയിലേറെയായി ഈ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന 4 മന്ത്രിമാർ എല്ലാ ദിവസവും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിൽ ക്യാമ്പ് ചെയ്തു ശരി വരികയാണ്. അനഘ, ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുക. ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിനൊപ്പം വയനാട്ടിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളാണ് അനഘയും ഒപ്പം മഹേഷും നൽകിയത്.